ചർച്ചയിലേക്ക് കടക്കും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആവുന്നു. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. CPM സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയാണ് കെ ജയകുമാറിനെ നിർദ്ദേശിച്ചത്. ആറൂഷിപാലുണ്ട്. ആറൂഷിപാൽ സമ്പത്തിന്റെ പേരും ദേവകുമാറിന്റെ പേരും ഒക്കെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഈ നിലവിലുള്ള പശ്ചാത്തലത്തിൽ കോടതിയുടെ വിമർശനം നിലനിൽക്കുമ്പോൾ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ, അതും ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചുമതലയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ, ഇക്കാര്യങ്ങളടക്കം വിശദമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനെ തന്നെ സർക്കാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ഇന്നേ വരെ വന്ന ദേവസ്വം പ്രസിഡന്റുമാരിൽ വെച്ച് ഏറ്റവും ഒരുപക്ഷെ യോഗ്യനെന്ന് സർക്കാർ കരുതിയ ഒരാളെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആറൂഷിപാൽ. അരുൺകുമാർ, വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലേക്ക് ഒരു പേര് നിർദ്ദേശിക്കുന്നത്. കാരണം കെ ജയകുമാറിലൂടെ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ച് പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ സാധ്യതയുള്ള വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ള. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ദേവസ്വം ഭരണസമിതി വരുമ്പോൾ അതിൽ ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരാളെ ആ പദവിയിലേക്ക് നിയമിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതും. അങ്ങനെയാണ് കെ ജയകുമാറിലേക്ക് എത്തുന്നതും. ആദ്യഘട്ടത്തിൽ സമ്പത്തിനെയും ദേവകുമാർ മുൻ MLA അടക്കമുള്ളവരെ പരിഗണിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പേര്, കെ ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചു. ഇപ്പോൾ IMGയുടെ ഡയറക്ടർ കൂടിയാണ് കെ ജയകുമാർ. ജയകുമാറിന് ശബരിമലയുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള ചുമതലയിൽ കൃത്യമായി കാര്യങ്ങൾ അറിയാം. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് കെ ജയകുമാറിനുണ്ടെന്ന ഒരു കണക്കുകൂട്ടൽ കൂടി സർക്കാരിനുണ്ട്. CPM-നും ആ ബോധ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അരുൺകുമാർ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കെ ജയകുമാറിനെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് പേര് നിർദ്ദേശിച്ചത്. PS പ്രശാന്തിനും ഒപ്പമുള്ള ബോർഡ് അംഗങ്ങൾക്കും 6 മാസം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. അത്തരമൊരു ഓർഡിനൻസിന് സർക്കാർ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളവാദം പുറത്തുവരുന്നതും. ആ വാർത്ത വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. കോടതിയുടെ രൂക്ഷ വിമർശനം നിലവിലത്തെ ബോർഡിനും ഏൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് PS പ്രശാന്തിനും സംഘത്തിനും കാലാവധി നീട്ടിക്കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പകരം കെ ജയകുമാറിനെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. CPS സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമാണ്. നാളെ ഉത്തരവായിട്ട് പുറത്തിറങ്ങുകയും 15-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി കെ ജയകുമാർ സ്ഥാനമേൽക്കുകയും ചെയ്യും. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.